ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സ് അന്വേഷിച്ചവർക്കും അല്ലാണ്ട് മിനിയേച്ചർ ടൈപ്പ് അന്വേഷിച്ചവർക്കും ഔട്ട്ഡോർ ലൈറ്റിൻ്റെ കളക്ഷൻസൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഓറഞ്ച് ക്രീപ്പറാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. ബഞ്ചായിട്ട് പൂക്കൂട്ടോ, നിറയെ പൂക്കളുണ്ടാവും. കൊലകൊലയായിട്ട് പൂക്കുന്ന ഓറഞ്ച് കളർ ക്രീപ്പറാണ്. ഒരു കൊലയിൽ തന്നെ അത്യാവശ്യം ഒരു 6-7 പൂക്കളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് അതിൻ്റെ വേറൊരു ബ്രാഞ്ചിലുള്ള ഫ്ലവറാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. പൂക്കളുടെ വലിപ്പം കൂടുതലാണ്. അതുപോലെ തന്നെ ഇതളുകളും ഒത്തിരി ഇതളുകൾ ഉണ്ടാവും കേട്ടോ. അത് വിരിഞ്ഞ് 2-3 ദിവസമായ ഒരു ഫ്ലവറാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ നല്ലപോലെ നമ്മുടെ പ്ലാന്റ് വലുതായി കഴിഞ്ഞാൽ നല്ലപോലെ കൊലകുത്തി പൂക്കുന്ന ടൈപ്പാണ് കേട്ടോ ഓറഞ്ച് ക്രീപ്പർ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. നോർമലായിട്ട് കാണുന്ന ഓറഞ്ച് അല്ല കേട്ടോ, ഇച്ചിരി കൂടെ ഡാർക്കാണ്. പിന്നെ രണ്ടാമതായിട്ട് വന്നേക്കുന്നത് ഈ ഒരു ബിസ്ക്കറ്റ് റോസ് എന്നാണ്. ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. കോമൺ ആയിട്ട് ബിസ്ക്കറ്റ് റോസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള 10 പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒത്തിരി പ്ലാന്റ്സ് ഒന്നുമില്ല, 10 പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു തരുക. കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി റിക്വസ്റ്റ് വന്നൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടു വന്നു, പക്ഷേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ വിഷമമുണ്ട്. ഇപ്രാവശ്യവും നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്ലാന്റ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക. ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് പ്ലാന്റ് ആണോ വേണ്ടത്, ഞാനിതിനകത്ത് ഓരോ പ്ലാന്റിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബിസ്ക്കറ്റ് റോസ് ആണെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് റോസ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഓറഞ്ച് ക്രീപ്പർ, ബിഗ് സൈസ് ഓറഞ്ച് ക്രീപ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരാനും പറ്റും കേട്ടോ. പിന്നെയുള്ളത് ചന്ദ്രിക റോസാണ്. ചന്ദ്രിക റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രിക റോസാണ്. ഇതിൻ്റെ നല്ല അടിപൊളി തൈകളുണ്ട്. വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് ഇത് വിരിയുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട്. ചന്ദ്രിക റോസും പിങ്ക് ഫെയറി ഒക്കെ ഒത്തിരി ആരാധകരുള്ള റോസുകളാണ്, നാടൻ റോസുകളാണ്. ചന്ദ്രികയുടെ ഓൺ റൂട്ടഡും ഉണ്ട്, നാടൻ ബഡ്ഡിങ്ങും ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് കാണിക്കുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെയൊക്കെ റെഡ് പിനാക്കിയോ റോസ്. എല്ലാവർക്കും അറിയാമായിരിക്കും റെഡ് പിനാക്കിയോ. അപ്പോൾ ആ റെഡ് പിനാക്കിയുടെ തന്നെ സെയിം ക്രീപ്പർ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ. നല്ല ക്രീപ്പറാണ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഓറഞ്ച് ക്രീപ്പർ, അതുപോലെ വന്നിട്ട് ബഞ്ചായിട്ട് പൂക്കുന്നതാണ് കേട്ടോ. നിറയെ ഇങ്ങനെ കൊലകുത്തി പൂക്കുന്നതാണ് ഈ ഒരു റെഡ് റോസ്. അപ്പോൾ റെഡ് പിനാക്കിയോ ക്രീപ്പർ എന്ന് തന്നെ പറയാം. ഇതിന് വേറെ ഐഡിയയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ റെഡ് പിനാക്കിയോയുടെ ക്രീപ്പർ പ്ലാന്റ് നമുക്ക് ഏകദേശം ഒരു 30 തൈകളോളം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന റോസാണ്. പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ, ഐഡിയ അറിയില്ല, പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അത്യാവശ്യം ഫ്രാഗ്രൻസും ഉണ്ട് കേട്ടോ ഈ റോസിന്. നല്ല ഭംഗിയാണ്. ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. പിന്നെയുള്ളത് ലാവൻഡർ ഷെയ്ഡിൽ വരുന്നത് ഈ ഒരു റോസാണ്. പൂക്കളുടെ വലിപ്പം കൂടുതലാണ്. അതുപോലെ ഒത്തിരി ഇതളുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്ലാന്റും തീരെ ചെറിയ പ്ലാന്റൊന്നും അല്ല. ഈ പൂത്ത് നിൽക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെ ആയിരിക്കും നമ്മൾ കൊറിയറായിട്ട് അയക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ പൂക്കളുടെ വലിപ്പം എത്ര മാത്രം ഉണ്ടെന്ന്. വലിയ പൂക്കളാണ്, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ സുഗന്ധം, മണമുണ്ട് കേട്ടോ ഈ ഒരു റോസിന്. നമ്മുടെ പനിനീർ റോസിൻ്റെ പോലത്തെയൊക്കെ സ്മെല്ലാണ് ഈ ഒരു റോസിന് വരുന്നത്. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കളർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിഫറെൻ്റ് ആണ് കേട്ടോ. 3 പൂക്കളുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര മാത്രം വലുതാണെന്നുള്ളത്. പിന്നെയുള്ളത് ഈ ഒരു മഞ്ഞ റോസാണ്. കഴിഞ്ഞ തവണ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് നമ്മൾ യെല്ലോ മിനിയേച്ചർ, പിന്നെ മാംഗോ യെല്ലോ ഒക്കെയാണ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു യെല്ലോ ആണ്. പൂക്കൾക്ക് വലിപ്പം കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്ലവർ കാണാനായിട്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ള 2 പൂക്കളെ അപേക്ഷിച്ച് നോക്കിയാലും ഫ്ലവർ ഡിഫറെൻ്റ് ആണ്. ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസ് തൈകൾ തന്നെയാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ഇതും കുറച്ച് പേർക്ക് തരാനുള്ള പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സും ഉണ്ട്, നാടൻ തൈകളും ഉണ്ട്. നാടൻ തൈകൾ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് നാടൻ്റെ വരുന്നത് കേട്ടോ. ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഞാൻ ഇന്നലെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കോംബോ ഇന്നലെ ഒന്ന് നോക്കിയെടുക്കുക. കാരണം നിങ്ങൾക്കത് ബെനിഫിറ്റ് ആവും. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് വെച്ചിട്ടാണ് ആ ഒരു കോംബോ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഓൺലൈനിൽ നിന്ന് പോലും മേടിക്കാനായിട്ട് കിട്ടാത്തത്, കോംബോ ആയിട്ട് കിട്ടാത്ത സാധനങ്ങളാണ് കേട്ടോ അതിനകത്ത് കോംബോയിൽ ഇട്ടേക്കുന്നത്.
പിന്നെ ഇത് വന്നിട്ട് ഹെറോഗേറ്റ് എന്ന് പറയുന്ന ഐഡിയ ആണ്. ഇതും നമ്മുടെ വലിയ പൂക്കളാണ് കേട്ടോ, നല്ല ചന്തമാണ് കാണാനായിട്ട്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ കണ്ടില്ലേ, ഏതൊക്കെ കളറിൻ്റെ കോമ്പിനേഷനാണെന്ന് എനിക്ക് പോലും അറിയില്ല. അങ്ങനെ നിൽക്കുവാണ്, ഒരു യെല്ലോയും ഒരു ഒരു ഓറഞ്ച് ഷെയ്ഡും ഒക്കെ പീച്ചും എല്ലാം കൂടെയൊക്കെ മിക്സഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, ചന്ദന കളർ. അപ്പോൾ ഇത് ഹെറോഗേറ്റ് എന്നാണ് ഇതിൻ്റെ ഐഡിയ. ഇതിൻ്റെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പൂക്കൾക്ക് വലിപ്പം കൂടുതലാണ്, സാധാരണ ഫ്ലവറിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ നട്ട് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും ഫ്ലവറിങ് ആവുന്നത്. ഇത് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന വേറൊരു റോസാണ്. ഇതും നേരത്തെ കാണിച്ചതുപോലെ തന്നെ പൂക്കൾക്ക് വലിപ്പം കൂടുതലാണ്, അതുപോലെ തന്നെ സൈസും കൂടുതലാണ് കേട്ടോ. നേരത്തെ കാണിച്ചത് സെയിം തന്നെയാണ്, ഓരോ തവണയും വെറൈറ്റി ആയിട്ടായിരിക്കും. അതായത് നമ്മുടെ പ്ലാന്റ് മെച്ചർ ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ പാറ്റേണിലും ഡിഫറൻറ്റ് വരും. വലിയ വലിയ പൂക്കൾ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെയുള്ളത് ക്രീപ്പർ ജാക്കിയാണ്. ക്രീപ്പർ ജാക്കി എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു വൈറ്റും ചന്ദന കളറും കോമ്പിനേഷനിൽ വരുന്നതാണ്. നാടൻ ചന്ദന റോസ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് ക്ലൈംബറാണ്, നമുക്ക് പടർത്തി വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും. അതുപോലെ തന്നെ പൂക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ബ്ലൂമായി കിട്ടുന്നൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. നമ്മൾ നട്ട് കഴിഞ്ഞ് ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ പടർന്ന് പന്തലിച്ച് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ്. പിന്നെയുള്ളത് ഈ ഒരു റോസാണ്. ഇത് ബഡ്ഡിങ് ആണ്, സ്ട്രൈപ്പ് റോസ് വെറൈറ്റിയിൽ വരുന്നതാണ്. പീച്ചിൽ ഒരു ക്രീം ഷെയ്ഡിൽ സ്ട്രൈപ്പ് വരുന്നൊരു വെറൈറ്റിയാണ്. പീച്ച് ആൻഡ് ക്രീം കോമ്പിനേഷനിലാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു 10 തൈകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. 10 പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ സെയിലിന്. അപ്പോൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്ന പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കും കൂടുതൽ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ആ പ്ലാന്റ് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു തരാനായിട്ട്. പിന്നെ വീഡിയോയിൽ പ്രൈസിൻ്റെ കാര്യം പറയാത്തത്, ഓരോ സ്റ്റോക്കിൽ വരുമ്പോഴും ഓരോ റേറ്റ് ആയിരിക്കും പ്ലാന്റ്സിന് വരുന്നത്, കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കാം. നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നതിൻ്റെ അവൈലബിലിറ്റിയും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രൈസും തമ്മിലുള്ള വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വേരിയേഷൻ അനുസരിച്ച് പ്ലാന്റ്സിലും ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസ് നമ്മൾ പറയാത്തത്. കാരണം ഈ തവണ ഇടുന്ന വീഡിയോ അടുത്ത ലോഡ് വരുന്ന സമയത്ത് ഈ വീഡിയോസ് കണ്ടിട്ട് നമ്മളടുത്ത് ചോദിക്കാറുണ്ട് അവൈലബിൾ ആണോ എന്നൊക്കെ. അതായത് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടും അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് കൂടുതലാവാം, ചിലപ്പോൾ കുറവാവാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഇടാത്തത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു റോസാണ്, നിസോ ഫ്ലെമിംഗോ എന്നാണ് ഐഡിയ വരുന്നത്. ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ്, കുറേ കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. പൂക്കളുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്, അതിൻ്റെ ഭംഗി. ഇത് കണ്ടില്ലേ, ഒരു ഏതൊക്കെ കളർ കോമ്പിനേഷനാണെന്നുണ്ടോ, റെഡല്ല, പിങ്ക് അല്ല, അങ്ങനെ ഒരു വല്ലാത്തൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന റോസാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് അല്ല, നാടൻ ബഡ്ഡിങ് ആണ്, വലിയ പൂക്കളാണ് കേട്ടോ. പിന്നെ ഉള്ളത് പിങ്ക് ഫെയറി ആണ്. പിങ്ക് ഫെയറിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഡീല മാൽമേസൺ റോസാണ്. ഡീല മാൽമേസൺ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. നിങ്ങളിപ്പോൾ നഴ്സറിയിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്ലാന്റ്സ് കിട്ടത്തില്ല. കാരണം റെയറായിട്ട് മാത്രം കിട്ടുന്നൊരു ടൈപ്പാണ്. നഴ്സറിയിൽ നിന്നൊക്കെ അപൂർവമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. നമുക്കും ഇതിൻ്റെ ഒരു 40 തൈകൾക്കകത്ത് മാത്രമേ ഇപ്രാവശ്യം ലോഡിൽ കിട്ടിയിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, അടിപൊളിയാണ് കാണാനായിട്ട്. ഇത് ഡീല മാൽമേസൺ എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത്. ഓൺ റൂട്ടഡ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയാൽ തന്നെ ബഡ് ചെയ്ത തൈകളൊക്കെ ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ ഇത് ഓൺ റൂട്ടഡ് ആണ്, കമ്പ് വെച്ച് കിളിപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. അടിപൊളിയാണ് കാണാനായിട്ട്, ക്യൂട്ട് ഫ്ലവറാണ്. ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഇത് ഫ്ലവറിങ് ആവുന്നത്. സെൻട്രൽ പോർഷനൊക്കെ നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റിയിൽ വരുന്നൊരു റോസാണ് കേട്ടോ. സിംഗിൾ പെറ്റ് ഇതിൻ്റെ കളറൊക്കെ കൊണ്ട് നല്ല പിങ്ക് കളറാണ് കേട്ടോ വരിക. പിന്നെയുള്ളത് നാടൻ ഓറഞ്ചാണ്. നാടൻ ഓറഞ്ചിൻ്റെത് നിങ്ങൾ കൂടുതൽ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവുക ബഡ് ചെയ്ത തൈകളായിരിക്കും കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇത് നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്, കമ്പ് വെച്ച് കിളിപ്പിച്ചെടുത്ത തൈകളാണ് നാടൻ ഓറഞ്ചിൻ്റെത്. ഓറഞ്ച് പീച്ച് ഷെയ്ഡെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പല ഇതിലും ഓറഞ്ചും പീച്ചും ഒക്കെ ആയിട്ട് ഫ്ലവറിങ് ആവുന്നതാണ്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് തന്നെയാണ് കേട്ടോ പ്ലാന്റ്സിന് വരുന്നത്. അപ്പോൾ ഇത് ഓറഞ്ച് മാത്രമല്ല, നമ്മുടെ കയ്യിൽ കരിഷ്മ റോസ് ഉണ്ട്, നാടൻ മഞ്ഞ റോസിൻ്റെ തൈകളുണ്ട്, അതുപോലെ തന്നെ ആന്ധ്ര പനിനീര്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ സ്റ്റോക്കും നമുക്കുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെയുള്ളത് ബട്ടർഫ്ലൈ പ്ലാനാണ്. ബട്ടർഫ്ലൈ പ്ലാനിൻ്റെ
20 തൈകൾ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ബട്ടർഫ്ലൈയുടെ വൈറ്റും പിങ്കും കോമ്പിനേഷനിൽ വരുന്നതാണ്. സിംഗിൾ പെറ്റൽ, ഡബിൾ പെറ്റലാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. ഇതിൻ്റെ അത് നമ്മൾ മുമ്പൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ബഡ് ചെയ്ത തൈകളായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ചെറിയ ഇതിൽ സ്റ്റോക്ക് വരാറുണ്ട്, ഓൺ റൂട്ടഡിൻ്റെ സ്റ്റോക്ക് വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഓൺ റൂട്ടഡിൻ്റെ പ്ലാൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുകൂടാണ്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി ഫ്യൂച്ചർ വീഡിയോസ്, അതായത് നമ്മൾ ഉടനെ തന്നെ പുതിയ റോസിൻ്റെ കളക്ഷൻസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല റോസുകളും ചിലപ്പോൾ ലിസ്റ്റിലുണ്ടാവാം. അതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ട്രാവൻകൂർ ഗാർഡൻസ് എന്ന് ഗൂഗിളല്ല യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നാടൻ മഞ്ഞയാണ്. നാടൻ മഞ്ഞയുടെ മിനിയേച്ചർ പ്ലാന്റും അവൈലബിൾ ആണ്. നമ്മുടെ പേർലി ഡി ഒരു ഐഡിയ ഉണ്ട്, അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നത് നമ്മുടെ നാടൻ മഞ്ഞ റോസ് എന്ന് പറയും. ഇച്ചിരി വലിപ്പമുള്ള പട്ട് റോസ്, പന്നീർ റോസിൻ്റെയൊക്കെ കൂട്ടിന് വരുന്നൊരു പട്ട് റോസിൻ്റെയൊക്കെ ഷേപ്പിന് വരുന്ന റോസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെയുള്ളത് ഈ ഒരു റോസാണ്, കമ്മൽ റോസ് വൈറ്റാണ്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സൈസ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കമ്മൽ റോസിൻ്റെത് വൈറ്റ്, പേർഷ്യൻ വൈറ്റ്, കമ്മൽ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒത്തിരി പ്ലാൻസ് നമുക്കുണ്ട് കേട്ടോ. ഒത്തിരി പ്ലാൻസ് നമുക്ക് ഇത്തവണത്തെ ലോഡിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രം കാട്ടാക്കട അമ്പലത്തിൻകാല, കീഴാറൂർ അമ്പലത്തിൻകാലയാണ്. എപ്പോൾ വന്നാലും നിങ്ങൾക്കിവിടെ രാവിലെ 10 മണി മുതൽ ഈവനിങ് 5 മണി വരെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മുടെ ലോഡ് മിക്കവാറും സൺഡേ ആയിരിക്കും നമ്മുടെ ലോഡ് എത്തുന്നത്. പുതിയ പ്ലാന്റ്സിൻ്റെ ലോഡ് എത്തും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കൈ നിറയെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് പോകുന്നു. 26 വെറൈറ്റീസ് പ്ലസ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷനുമായിട്ടാണ് പുതിയ ലോഡ് വരുന്നത്. ആ 26 റോസ് പ്ലാന്റ്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവരായിരിക്കില്ല. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട്. DTDCയുടെ കൊറിയർ വഴിയിട്ട് നമ്മൾ പ്ലാന്റ്സ് എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്കും അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. നമ്മുടെ ഇതിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള, അതായത് നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ട് വരുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യട്ടോ. 26 ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ആ 26 വെറൈറ്റീസ് നമ്മൾ ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കില്ലാത്ത വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഹോം ഡെലിവറി ഉണ്ടാവും. കുറച്ച് ലൊക്കേഷൻസിലൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലെ ഹോം ഡെലിവറി നമ്മൾ വെക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർ, കുറച്ച് ലൊക്കേഷൻസ് ഉള്ളവർക്ക് ഹോം ഡെലിവറി ഉണ്ടാവും. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ്. നമ്മുടെ DTDCയുടെ ചാർജ് പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ കിലോമീറ്റേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കട്ടെ. എങ്ങനെ പോയാലും 200 ആ ഒരു റേഞ്ചിലൊക്കെ കൊറിയർ ചാർജ് വരും. നമ്മുടെ പേയാർഡ് ലൊക്കേഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100, 150 ആ റേഞ്ചിലായിരിക്കും വരുന്നത്. നമ്മൾ പിക്കപ്പിലായിരിക്കും കൊണ്ടുവരിക കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു റോസാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സമ്മർ സ്നോയുടെ തന്നെ സെയിം ക്രീപ്പറാണ് കേട്ടോ. അത് ഇതുപോലെ പടർന്ന് പന്തലിച്ച് ഫ്ലവറിങ് ആവുന്നത് കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു, സൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മൾ ആർച്ചൊക്കെ സെറ്റ് ചെയ്യാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പടർത്തി വിട്ട് കഴിഞ്ഞാൽ നല്ല കുടപ്പൂല ഇങ്ങനെ പൂത്ത് കിടക്കും. നല്ല ഭംഗിയാണ് ഈ ഒരു റോസ് കാണാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. സമ്മർ സ്നോ റോസ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ തന്നെ സെയിം ക്രീപ്പറാണ്. നല്ലപോലെ പടർന്ന് നമുക്കൊരു ആർച്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കെട്ടി ഒതുക്കിയൊക്കെ നിർത്തി കഴിഞ്ഞാലും അടിപൊളിയായിട്ട് നിർത്താൻ പറ്റുന്ന റോസാണ് കേട്ടോ. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യുക. നിങ്ങൾക്ക് ഏത് റോസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കോളോ മെസ്സേജോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ. വാട്സപ്പ് കോളിൽ ചെയ്താലും കുഴപ്പമില്ല. എപ്പോഴും നമ്മുടെ നോർമൽ കോള് കണ്ടിന്യൂസ് ആയിട്ട് കോള് വരുന്നതുകൊണ്ട് നമുക്ക്
എടുക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കുങ്കുമത്തിൻ്റെ കളറാണ്. ഇതിൻ്റെ ക്രീപ്പർ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, തൊണ്ടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ പോലെ, അത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊന്ന് ഇടറി പോകുന്നത്. പിന്നെ അത് ഈ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ലോഡിലുള്ള എല്ലാ മാക്സിമം ഉള്ള വെറൈറ്റീസൊക്കെ നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട്. കുറേ പേർക്കൊന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ള റിപ്ലൈ ഉടനെ തന്നെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക. താങ്ക്